കുറച്ചധികം ഫുഡ്സ് ഇന്ന് കഴിച്ചു എന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ആൻഡ് കടലക്കറി, കുറച്ച് വാട്ടർമെലൺ ഫോർ ഹൈഡ്രേഷൻ. ഇത് കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ആയില്ല. കൺമുൻപിൽ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും? എന്റെ ചെറുപ്പത്തിൽ എന്തോ ഒരു അരിനെല്ലിക്ക ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് അറിയാം. എന്റെ വീട്ടിൽ ഈ അരിനെല്ലിക്കയുടെ വലിയ മരം ഉണ്ടായിരുന്നു. കാലങ്ങൾ അതിക്രമിച്ചപ്പോൾ അതിന് വയസ്സായിട്ട് മരിച്ചു. ഇതിനുശേഷം അമ്മ എവിടെയെന്ന് നോക്കാൻ വേണ്ടി അടുക്കളയിൽ പോയതാണ്. എനിക്കൊരു പറ്റിയ പണി തന്നിട്ടുണ്ട്, ഉള്ളി നേരാക്കല്. ഇതേ വരുന്നു. എന്റെ ക്യാമറ ഓണാക്കൽ ഉണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് നിന്നു. വൈദ്യുതി നമ്മൾ ഉള്ളി നേരാക്കേണ്ടത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഒരു ലോഡ് ഉള്ളി ഞാൻ നേരാക്കി വെച്ചിട്ട് ഞങ്ങള് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. കുറച്ച് പണിയാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ്. കുറച്ചു നേരം അടുക്കളയിൽ നിൽക്കുമ്പോഴേക്കും ചൂടെടുക്കും. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. നിങ്ങളും ഇപ്പൊ ടോമഞ്ചൂരൊക്കെ കാണാറുണ്ട്. അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അടുത്ത പണി തന്നതാണ് ഉരുളക്കിഴങ്ങ് മുറിക്കല്. നമ്മുടെ മട്ടൻ ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ എന്തൊക്കെയോ അമ്മയുടെ സ്പെഷ്യൽ പൊടികളൊക്കെ ഇട്ടിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് എന്റെ അനിയത്തി ടാങ്ക് ഉണ്ടായപ്പോ അതും കുടിച്ചു. കുറച്ച് കടലയും. ഇനി സ്ലോ കുക്കില് ഈ മട്ടൻ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോ എങ്ങനെ ഉണ്ടാവുന്നറിയോ? ഇതുപോലത്തെ കറുത്ത കളറിൽ കിട്ടും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാലക്കാടൻ സ്റ്റൈൽ മട്ടൺ റോസ്റ്റ്. ഇതിന് ശേഷം ഞാനൊരു ഐസ്ക്രീം കൂടി കഴിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഞാനല്ല കഴിച്ചത് കേട്ടോ, അത് ഇവളാണ്. വെരി സെൽഫിഷ് ഗേൾ. അവൾ ഐസ്ക്രീമിൽ നിന്നിട്ട് കപ്പും കൊണ്ട് തന്നെ പറ്റിക്കാൻ വന്നേക്കുക. ഇതിനൊക്കെ ശേഷം വൈകുന്നേരം ആയില്ലോ, അപ്പൊ കുറച്ച് പരിപ്പട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായ ഒന്നും ഇപ്പൊ കുടിക്കാറില്ല. എന്താണെന്നറിയില്ല, കുടിക്കാൻ തോന്നാറില്ല. എല്ലാം കഴിഞ്ഞ് ഈ ചൂട്ടത്ത് നമ്മുടെ പണ്ടത്തെ ഒരു കളിയില്ലേ, ലഹോറി, അത് കളിക്കായിരുന്നു. എന്റെ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. ഇതാണ് ഗൈസ് പ്രശ്നം. നമ്മൾ ഏത് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കൂട്ടോ. ഇവിടെയും കൊണ്ടൊന്നും ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ തീർന്നിട്ടില്ല. ഇനി രാത്രി വേറെ കുറെ പരിപാടികളുണ്ട്. അത് ഞാൻ എന്തായാലും ഈ വ്ളോഗില് ഉൾപ്പെടുത്തുന്നില്ല. അത് നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അത്രയുള്ളൂ ഗൈസ്. അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.